ഹായ് ഗായ്സ്, വെൽക്കം ടു ബിനീസ് കിച്ചൺ. ഞാൻ ഇന്നിവിടെ മീൻ പറ്റിക്കാൻ പോവുകയാണ്. അതിനൊരു 1/2 കിലോ അയില എടുത്തിട്ടുണ്ട്, തേങ്ങ എടുത്തിട്ടുണ്ട്, പിന്നെ പച്ചമുളക്, ഉള്ളി, ഇഞ്ചി, കരിയാപ്പില. ഞാൻ അതിനകത്ത് വെളുത്തുള്ളി ചേർക്കാറില്ല. ഞാനിവിടെ മീനിന് വേണ്ടി മീൻ പറ്റിക്കാൻ തേങ്ങ തിരുമ്മിക്കൊണ്ടിരിക്കുകയാണേ. എനിക്ക് മീൻ പറ്റിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ അടിപൊളിയാണ്. ഇത് കുടംപുളിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാങ്ങയിട്ട് മീൻ പറ്റിക്കാമേ. ഇവിടെ കുടംപുളി ഞാൻ ഇച്ചിരി ഉപ്പും ചെറിയ ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെക്കാൻ വെച്ചേ. നമ്മുടെ ഉലുവ നല്ലപോലെ പൊട്ടിയേ. തേങ്ങ ഞാൻ നല്ലപോലെ കൈ കൊണ്ട് ഞെരടി മുളകും കരിയാപ്പിലയും ഇഞ്ചിയും എല്ലാം കൂടി നല്ലപോലെ മിക്സാക്കിയേ. ഇനി ഞാൻ ഇത് അടുപ്പത്തോട്ട് വച്ചു. കുടംപുളി അതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട്. അതിനകത്ത് ഞാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി അതിനകത്ത് ഇച്ചിരി കരിയാപ്പില ചേർക്കുവാണേ. തീ നല്ല ഹൈ ഫ്ലെയിമിലാണ് വച്ചിരിക്കുന്നത്. ഇതൊന്ന് തിളച്ച് കഴിഞ്ഞ് നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. ഇത് നമുക്ക് അടച്ചു വെക്കാം. ഇവിടെ നമ്മുടെ മീൻ തിളച്ചുകൊണ്ടിരിക്കുന്നേ. അങ്ങനെ നമ്മുടെ മീൻ പറ്റിച്ചത് റെഡിയായിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ഞാൻ അതിനകത്ത് ഇച്ചിരിയും വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കുവാണേ, പച്ച വെളിച്ചെണ്ണ. ഇത് നമ്മുടെ പാളയം കൊണ്ട് ഉണ്ടാക്കിയ പ്ലേറ്റാണേ. നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്നേ. സൂപ്പർ. കറക്റ്റായിട്ടുള്ള ഉപ്പ്, പുളി സൂപ്പറായിട്ടുണ്ട്. ഇത് ഇരിക്കും തോറും ടേസ്റ്റ് കൂടിക്കൊണ്ടേ ഇരിക്കത്തുള്ളൂ. സൂപ്പർ, അടിപൊളി. നിങ്ങൾ ഇതുപോലെ മീൻ പറ്റിക്കണേ. എല്ലാവർക്കും അറിയാം, എന്നാൽ ഇതേ മെത്തേഡിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണേ. ഇന്നത്തെ നമ്മുടെ സൺഡേ സ്പെഷ്യൽ പൊന്നി റൈസ്, പച്ചപ്പയർ തേങ്ങ അരച്ച കറി, അയില പറ്റിച്ചത് അല്ലെ അയില പീര. കഴിച്ചിട്ട് പറയാം എങ്ങനെ ഉണ്ടെന്ന്. അയില പീരയും ചോറും സൂപ്പർ. നല്ല എരിവ്, പുളി അടിപൊളി, ഉപ്പും കറക്റ്റായിട്ടുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.